ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒടുക്കത്തെ വാശിയാണ് കുട്ടിക്ക്. ഇനി എന്ത് ചെയ്യും? ആര് പറഞ്ഞാലും കേൾക്കില്ല. അവൻ വാശി പിടിച്ചാൽ അത് അവന് നേടിയെടുക്കും. ശ്വാസം കിട്ടാതെ കരയും. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തിനാണ് വാശി? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഗുണത്തിനാണോ ദോഷത്തിനാണോ? വാശി കൊണ്ട് കുട്ടിയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? അവൻ ഇതുവരെ വാശി പിടിക്കും. വാശിയുള്ള കാര്യം നടപ്പിലാക്കിയാൽ കുട്ടിക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? ഗുണമാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ വൈകണോ? ദോഷമാണെങ്കിൽ ചെയ്ത് നൽകാതിരിക്കൽ എന്താണ് അതിനുള്ള നടപടി? കുട്ടിയുടെ വാശിയുടെ അനന്തരഫലം എന്തായിരിക്കും? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് ഉത്തരം കാണുക എന്നതാണ് ആദ്യത്തെ കാര്യം. എന്തിനാണ് വാശി? ആ കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ആദ്യം ഇത് ചിന്തിക്കണം. രണ്ടാമത്തത് ഗുണമോ ദോഷമോ? ഗുണമാണെങ്കിൽ വൈകണോ? ദോഷമാണെങ്കിൽ നൽകാതിരിക്കാൻ എന്തു ചെയ്യണം? വാശി മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ചുവിടുക. ഒരു മത്സരത്തിലേക്ക് ആ വാശിയുടെ ഊർജത്തെ തിരിച്ച് വിടാൻ കഴിയുമോ? വാശിക്ക് വ്യത്യസ്തമായ സ്റ്റെപ്പുണ്ട്. ഒരു കുട്ടി ഒരു ഫാൻസിയിൽ ഒരു JCB കണ്ടാൽ സൂചന നൽകും, ആവശ്യം പറയും, ചെറുതായി കരയും, കരച്ചിൽ മുറുകും, കരച്ചിൽ അസഹ്യമാകും. കരച്ചിൽ അസഹ്യമാകുമ്പോൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു കാര്യം, അത് അവർ സ്ഥിരം എന്തെങ്കിലും വാങ്ങിക്കിട്ടാൻ അവർ അതേ സ്റ്റെപ്പിലേക്കെത്തും. ആറാമത്തെ സ്റ്റെപ്പിലാണ് കുട്ടികൾക്ക് വാശിയുടെ ആറാമത്തെ സ്റ്റെപ്പിലാണ് വാങ്ങിക്കൊടുത്തതെങ്കിൽ വാശിയുടെ ആറാമത്തെ സ്റ്റെപ്പിലേക്ക് ആദ്യം തന്നെ അവർ അടുത്ത പ്രാവശ്യം കയറി ചെല്ലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടും വാശി പിടിക്കട്ടെ എന്നിട്ട് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മൾ ഈ ഒരു ബോണ്ടിനെ പൊട്ടിക്കണമെങ്കിൽ, ഈ വാശിയെ തകർക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ വാശി പിടിക്കുന്നതിന് മുമ്പ് സൂചന കിട്ടുമ്പോൾ തന്നെ ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എത്ര വാശി പിടിച്ചാലും ചെയ്തു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ വാശിയുടെ ആത്മവിശ്വാസം കുറയും. ചെയ്തു നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ വാശി ഒന്നാമത്തെ സ്റ്റെപ്പിൽ എത്തിക്കഴിയുന്നതിന് മുമ്പ് വാഗ്ദാനം ചെയ്യുക, നൽകും. ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിനെ സ്വയം ന്യായീകരിക്കാനോ ചെയ്തു തരില്ലെന്ന് ആവർത്തിച്ചു പറയാനോ അതേപോലെ വാശിയെ പഴിക്കാനോ വാശി നിർത്താനോ ശ്രമിക്കരുത്. ആ കാര്യം മെയിൻറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവരെ വെറുതെ വിടണം, ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അവരുടെ ഫ്രസ്ട്രേഷൻ അവസാനിപ്പിക്കാനുള്ള ഒരു സമയവും അതേപോലെ ഒരു സാവകാശവും നൽകണം. അവർക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുക, കുട്ടി ഓട്ടോറിക്ഷ കാണിച്ചു തരും ഫാൻസിയിൽ. പക്ഷെ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാതെ അത് നിനക്ക് അത് പറ്റില്ല, നീ JCB എടുത്തോ എന്ന് പറഞ്ഞ് അവൻ്റെ ആവശ്യം എന്താണോ ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കാതെ അതിനേക്കാൾ മുകളിലുള്ള ആവശ്യം നിർവഹിച്ചു കൊടുത്താലും നമ്മുടെ തീരുമാനമാണ് നടക്കുക എന്ന് കുട്ടിക്കൊരു സന്ദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിനെ നിശ്ചയിച്ച് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. വാശി പിടിച്ചാൽ വാശി നിറവേറ്റുന്നത് ഒരു മീഡിയേറ്റർ ആണെങ്കിൽ അയാൾ ഉണ്ടായത് കൊണ്ടാണ് അത് ലഭിച്ചത്, ഉമ്മയാണെങ്കിൽ ലഭിക്കില്ല എന്ന ഒരു ബോധം ആ കുട്ടിക്കുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. വാശി നടക്കില്ലെന്ന് അതോടുകൂടി ഉറപ്പിക്കും. നമ്മൾ ഒരു കാര്യം നിഷേധാർത്ഥത്തിൽ പറയുമ്പോൾ, പറ്റില്ലെന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കരുത്. കണ്ണും വികാരങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ അവരുടെ നെറ്റിയിലേക്ക് നോക്കി, അവരുടെ നെറുകയിലേക്ക് നോക്കി, തലയുടെ നെറുകയിലേക്ക്, ഉച്ചിയിലേക്ക് നോക്കി നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനാണ് വികാരങ്ങളില്ലാതെ ഫേംനെസ് എന്ന് പറയാം. കർക്കശമായി പറയുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കർക്കശമായി പറയുക, ഉറപ്പിച്ച് പറയുക. ഇതിനെ ബിസിനസ് ഐയിങ് എന്നാ പറയാം. ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യത്തിന് വില കൂടിയാൽ അതിൻ്റെ ന്യായം പറയുക തലയിലേക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ അയാളിൽ നിന്നും വികാരം ഇങ്ങോട്ട് പാസ് ചെയ്യുകയില്ല. അപ്പോൾ വാശിയുടെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നീക്കിവെക്കാതെ ചെയ്തു കൊടുക്കാനുള്ളത് നേരത്തെ ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ എത്ര വാശി പിടിച്ചാലും ചെയ്തു കൊടുക്കാതിരിക്കുക. ഇതിനെ ഡിസോർഡർ ആക്കുക, അതാണ് വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.